എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് കരീൻ അവളും ആ ഇൻഫിനിറ്റി സുക്കിനോമിയില് അങ്ങനെ വീണു പോവും. കട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് അവൾ കണ്ണു തുറക്കും. അപ്പൊ അവളുടെ തൊട്ടടുത്തായി സാസുക. സാസുക അവളോട് പറയും, നിന്റെ ബോഡിയിൽ ഇപ്പൊ ഒരുപാട് പരിക്ക് പറ്റിയിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കാപ്പ് ടീമിന്റെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകണം. അതിന് കരീൻ അവളുടെ കൈയെടുത്ത് ഇപ്പൊ സാസുകയുടെ മുഖത്ത് വെക്കും. അവൾ സാസുകയോട് പറയും, എനിക്ക് അന്നത്തെ നിന്റെ ആ ഒരു ചിരി അത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിനക്ക് അതുപോലെ ഒന്ന് ചിരിച്ചൂടെ ചോദിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കരീനയുടെ ചെറുപ്പകാലം കാണിക്കും. അവളിപ്പോ അവളുടെ അമ്മയുടെ കൈ പിടിച്ചു പറയും, ദയവ് ചെയ്ത് അമ്മ എന്നെ വിട്ടു പോവരുത്. അതിനവളുടെ അമ്മ പറയും, നമ്മൾ വേണം ഇവരെ സഹായിക്കാൻ, നമ്മളല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു ഷിനോബിയുടെ കൂടെ അവളുടെ അമ്മ പുറത്തേക്ക് പോവും. കരീൻ നിലവിളിച്ച് കരഞ്ഞ് അമ്മയുടെ പിന്നാലെ ഓടി ഇപ്പൊ നിലത്തിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് സമയം കഴിഞ്ഞിട്ടും രാത്രിയായിട്ടും അവൾ അമ്മയെ കാണില്ല. അപ്പോഴായിരിക്കും രാവിലെ അവളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയ ആ ഒരു ഷിനോബി അവൻ അവിടേക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ച് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവൾ ഒരുപാട് തവണ അവന്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കും, പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. അവൻ പറയും, നിന്റെ അമ്മയെ കൊണ്ട് മാത്രം എല്ലാവരെയും ഹീൽ ചെയ്യാൻ കഴിയില്ല, നിന്റെ സഹായം അത് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പ അവള് കാണും ജീവനറ്റ് കിടക്കുന്ന അവളുടെ അമ്മയുടെ ശരീരം. അവള് പതിയെ നടന്ന് അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. അവൾ കാണും അമ്മയുടെ ബോഡി മുഴുവൻ ഒരുപാട് കടി കെട്ടിയ അടയാളങ്ങളാണ്. ആക്ച്വലി ഹോസ്പിറ്റലിലുള്ള ഷിനോബികൾക്ക് അവർക്ക് ചക്ര പവർ കൊടുത്ത് അവരെ ഹീൽ ചെയ്യാനാണ് അവളുടെ അമ്മയെ അവിടേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരുപാട് ഷിനോബികൾ ചേർന്ന് അവളുടെ ചക്ര പവർ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് കരീനയുടെ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോ പവർ കൊടുക്കാൻ അവിടെ ആരുമില്ല. അതുകൊണ്ടാണ് അവളുടെ അമ്മയ്ക്ക് പകരം ഇപ്പൊ കരീനയെ അവിടേക്ക് കൊണ്ടുവന്നത്. ഉടനെ ഷിനോബി അവളെ പിടിച്ചു വലിച്ച് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകും. പരുക്ക് പറ്റിക്കിടക്കുന്ന 100ഓളം ഷിനോബികള് അവരിപ്പോ അവളുടെ കയ്യിൽ കടിച്ച് ചക്ര പവർ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. ആ ഷിനോബി പറയും, ഇനി മുതൽ എല്ലാ ദിവസവും നീ ഇവിടേക്ക് വരണം, നിന്റെ അമ്മയ്ക്ക് പകരം ഈ തൊഴിൽ നീ ചെയ്യണം. കരീൻ ഒരുപാട് വിഷമത്തില് ഇപ്പൊ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അവിടെ എത്തി അവള് പൊട്ടിക്കരയും, എനിക്കിപ്പോ എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു, അടുത്തതായിട്ട് എന്റെ ജീവനും നഷ്ടപ്പെടും. കട്ട് ചെയ്ത ഓരോ ദിവസം കഴിയുന്തോറും അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവളുടെ ചക്ര പവർ അത് പരുക്കു പറ്റിയിട്ടുള്ള ഷിനോബികൾക്കെല്ലാമായിട്ട് കൊടുത്തു കൊണ്ടേയിരിക്കും. പിന്നീട് അവളെ ട്രെയിനിങ്ങിനായിട്ട് ബാറ്റിൽ ഫീൽഡിലേക്ക് കൊണ്ടുപോകും. അവിടെ പരുക്ക് പറ്റുന്നവർക്കും അവളുടെ ബോഡിയിലുള്ള ചക്ര പവർ ആയിരിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും അവളും അവളുടെ അമ്മയെ പോലെ തന്നെ എനർജി നഷ്ടപ്പെട്ട് പതിയെ വീക്കാവാൻ തുടങ്ങും. പക്ഷേ ഷിനോബി അവൻ അവളോട് പറയും, നീ എത്രയും പെട്ടെന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് ഒരു ചുനേനായിട്ട് മാറണം, നിന്നെ കാത്ത് ഇനി ഒരുപാട് ബാറ്റിൽ ഫീൽഡ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കുറച്ച് എബിലിറ്റികൾ നീ പഠിച്ചെടുക്കണം. നിനക്ക് സ്വന്തമായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം, 1-2 ആളെ നിനക്ക് ആ ടീമില് ഇൻവൈറ്റ് ചെയ്യാം. അതിനുശേഷം കരീൻ അവൾക്കായി 2 പേരെ കണ്ടെത്തി ഒരു ടീം ക്രിയേറ്റ് ചെയ്യും. പിന്നീട് സാസുകയും നറൂട്ടോയും അവരും ചുനീൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേ സമയത്തായിരിക്കും അവളും ചുനീൻ എക്സാം അറ്റൻഡ് ചെയ്യുക. അവളുടെ കൂടെയുള്ളവര് അവളുടെ കൈയൊക്കെ കടിച്ച് കൂടുതൽ പവറൊക്കെ അബ്സോർബ് ചെയ്ത് സ്ക്രോളുമായി മുൻപോട്ട് കുതിച്ചു പായും. ഉടനെ അവളുടെ ടീംമേറ്റ്സ് ഇപ്പൊ കരീനോട് പറയും, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ 2 പേരും മറ്റ് സ്ക്രോളുകൾ എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകും. കരീനാണെങ്കിൽ ഒരുപാട് പേടിച്ച് കാട്ടിൽ ഒരു മൂലയ്ക്ക് പോയി ഒളിച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഒരു കരടി അതങ്ങനെ മുരച്ച് അവളുടെ അടുത്തേക്ക് വരിക. അതിനെ കണ്ട് പേടിച്ച് അവളങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. അടുത്ത സെക്കൻഡ് കരടി അത് ചാടി വീണ് അവൾ അച്ചരം പൊച്ചരം കടിക്കാനായിട്ട് തുടങ്ങും. അവൾ പേടിച്ചോടുന്നതിനിടയിൽ അവളുടെ കണ്ണാടി അത് അവൾക്ക് നഷ്ടപ്പെട്ടു പോവും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സാസുക അവൻ അവിടേക്ക് ചാടി വീണ് ആ കരടിയെ അതിനെ തല്ലി കൊന്നുകളയും. സാസുക അവൻ കരീനെ നോക്കി ചിരിക്കും, ഓ നിന്റെ കയ്യിലും എർത്ത് സ്ക്രോൾ ആണല്ലേ, എന്റെ കയ്യിലും സെയിം എർത്ത് സ്ക്രോൾ തന്നെയാണ്, സോ യാതൊരു യൂസും ഇല്ലാന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. കരീന ഉടനെ അവളുടെ കണ്ണാടി അത് തപ്പിയെടുത്ത് കണ്ണിൽ വെക്കും. അപ്പോഴായിരിക്കും ആദ്യമായി നല്ല ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സാസുകയെ അവൾ കാണുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പാവം കരീന അവളാണെങ്കിൽ ചുനീൻ എക്സാമില് ദയനീയമായി പരാജയപ്പെട്ടു. തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തിയ അവളെ അവളുടെ മാസ്റ്റർ ഒരുപാട് വഴക്കു പറയും. യു ആർ
അൺബിലീവബിൾ. നീ ഇത്രയും വലിയ ഒരു ഫെയിലിയർ ആയിരുന്നോ? സത്യത്തിൽ നിന്നെ കൊണ്ട് മറ്റൊരു പ്രയോജനവും ഈ ഗ്രാമത്തിനില്ല. നീ ശരിക്കും ഒരു വിഡ്ഢിയായ പെൺകുട്ടിയാണ്. ഇതിന് പണിഷ്മെന്റായി നീ ഇപ്പൊ തന്നെ നോർത്ത് സൈഡിലേക്ക് പോണം. അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. അവിടേക്കെത്തി അവിടെയുള്ള മെമ്പേഴ്സിന് നീ ഹെൽപ്പ് ചെയ്യണം. അത് കേട്ട് വേറെ വഴിയില്ലാതെ അവള് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോ നോർത്ത് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അവളിപ്പോ നടന്ന് ആ നോർത്ത് സൈഡ് ഹോസ്പിറ്റലിലേക്ക് വരും. അവിടെയുള്ള കാഴ്ച കണ്ട് അവൾ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. 10,000 ഷിനോബികള് അറ്റാക്കിൽ പരുക്കുപറ്റി എനർജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നേഴ്സ് ആണെങ്കിൽ അവളെ അകത്തേക്ക് കൊണ്ടുപോകും. അവൾക്ക് വേറെ വഴിയില്ലാതെ ഇപ്പൊ ഓരോരുത്തർക്കായി അവളുടെ എനർജി കൊടുക്കാനായിട്ട് ആരംഭിക്കും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ അവൾ റൂമിലേക്ക് വരും. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഇത്രയും പേർക്ക് ഞാൻ എൻ്റെ എനർജി അത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഗതി തന്നെ എനിക്കും വരും. എൻ്റെ ജീവൻ അതെനിക്ക് നഷ്ടാവും. കരീനാണെങ്കിൽ ഒരു വിധത്തില് അവിടുന്ന് ഓടി രക്ഷപ്പെടും. പക്ഷെ അവൾ ചെന്നുപെടുക മറ്റു ചില വില്ലന്മാരുടെ കയ്യിലായിരിക്കും. അവരവളെ പിടിച്ചു വലിച്ച് അവരുടെ ഹൈഡൌട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പരസ്പരം പറയും, ഇവളെ കണ്ടാൽ തന്നെ അറിയാം നല്ല എബിലിറ്റിയുള്ള ഉസുമാക്കി ക്ലാനിലെ ഒരു ഷിനോബിയാണ്. ഇവളെ മറിച്ചു വിറ്റാ നമുക്ക് നല്ല പണം കിട്ടും. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കണം. അപ്പോഴായിരിക്കും ഒറോച്ചിമാറു അവൻ അവരുടെ കയ്യിൽ നിന്ന് കരീനെ രക്ഷിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഒറോച്ചിമാറു അവളോട് പറയും, നീ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നിന്നെ കൊന്നുകളയും. അതല്ല എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ തരാം. നിന്നെ ഇത്രയും കാലവും മറ്റുള്ളവർ ദ്രോഹിച്ചതുപോലെയോ യൂട്ടിലൈസ് ചെയ്തതുപോലെയോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ നിന്നോട് ചെയ്യില്ല. കരീനയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ കൂടെ കബൂട്ടോ അടുത്തേക്ക് വരും. കബൂട്ടോ അവളെ പരിചയപ്പെട്ട് ഇപ്പൊ അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവർ ക്യാഷ്വലായിട്ട് സംസാരിച്ച് മുൻപോട്ട് അങ്ങനെ നടന്നു പോകും. അപ്പോഴായിരിക്കും ഒരുപാട് സെല്ലുകളിൽ ആരൊക്കെയോ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് അവൾ കാണുക. അവൾ ചോദിക്കും, ഇവരൊക്കെ ആരാണ്? അവരൊക്കെ നമ്മുടെ ടെസ്റ്റ് സബ്ജക്റ്റുകളാണ്. അതൊന്നും കണ്ട് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് കബൂട്ടോ അവനിപ്പോ അവളെ ഏതോ ഒരുത്തന്റെ അടുത്തേക്ക് കൊണ്ടുവരും. കബൂട്ടോ പറയും, ഇവൻ അത്യാവശ്യമായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ആകെ ടയേർഡാണ്. സോ നീ അവന് ഒരല്പം പവർ കൊടുക്കണം. അവളാണെങ്കിൽ അവൻ എനർജി കൊടുക്കും. അവളുടെ കഴിവും പവറൊക്കെ കണ്ട് ഇപ്പൊ കബൂട്ടോ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. കബൂട്ടോ അവളെ കൂട്ടി ഇപ്പൊ നോർത്തേൺ സൈഡിലുള്ള ഒരു ഹൈഡൌട്ടിലേക്ക് പോവും. അവൻ അവളോട് പറയും, ഇതും നമ്മുടെ ഒരു പ്രത്യേകതരം ടെക്സ്റ്റ് ലബോറട്ടറി ആണ്. സോ ഇവിടുത്തെ കാവൽക്കാരി അതിന്നു മുതൽ നീയാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം അത് ഒറോച്ചിമാറും ഞാനും ചേർന്ന് നിനക്ക് തരാണ്. നിനക്കൊരു ടെസ്റ്റ് സബ്ജക്റ്റായി ജൂഗോ എന്ന് പേരുള്ള ഒരാളെ കൂടെ ഞങ്ങൾ തരും. കരീനാണെങ്കിൽ ഒരല്പ സമാധാനാവും. കാരണം ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവൾ ഒരല്പം മുക്തി പ്രാപിച്ചിരിക്കുകയാണ്. കബൂട്ടോ ആണെങ്കിൽ അവൾക്ക് അറിയേണ്ടതും അവൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും അവൾ വീണ്ടും സാസുകയെ കാണുക. സാസുകയെ കണ്ട് ഷോക്കായി അവൻ ആരാണെന്ന് അവളിപ്പോ കബൂട്ടോട് ചോദിക്കും. കബൂട്ടോ പറയും, അതാണ് സാസുക. അതാണ് സാക്ഷാൽ സാസുക ഉച്ചിഹ, ഒറോച്ചിമാറുവിന്റെ ദ ബെസ്റ്റ് സ്റ്റുഡന്റ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സാസുക അവൻ ഒറോച്ചിമാറുവെ കൊന്ന് സുഗട്സുവെ മോചിപ്പിച്ച് കരീനയുടെ അടുത്തേക്ക് വരും. പിന്നീട് കരീനും സാസുകയുടെ ടീമിൽ ചേരും. അങ്ങനെ അവർ 4 പേരും ചേർന്ന് ഓരോരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സാസുകയുടെ ഓരോ മിഷനിലും അവനോട് ചേർന്ന് നിന്ന് അവള് ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവരടുത്ത മിഷന് വേണ്ടി ലീഫ് വില്ലേജിലേക്ക് പോകുമ്പോഴായിരിക്കും കരീൻ അവളെ ചെറുപ്പത്തിൽ ഒരുപാട് യൂസ് ചെയ്ത ആ ഒരു സീനിയർ ഷിനോബി അവന്റെ കയ്യിലായിരിക്കും അവൾ ചെന്ന് പെടുക. ഉടനെ അവരെല്ലാവരും ചേർന്ന് അവളുടെ ചക്ര പവർ അത് വീണ്ടും അവളുടെ ബോഡി മുഴുവൻ കടിച്ച് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. കറക്റ്റ് സമയത്ത് സാസുക അവനവിടേക്ക് ചാടി വന്ന് ആ മെയിൻ ഷിനോബിയെ അവനെ കത്തിയെടുത്ത് വെട്ടി അറഞ്ചം പൊറഞ്ചം അങ്ങനെ കൊന്നു തള്ളും. അവളിപ്പോ സാസുകയുടെ മുഖത്ത് കൈവയ്ക്കും. അതിനുശേഷം അവനോട് പറയും, എന്നെ നോക്കി ഒന്ന് ചിരിക്കേ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവളും ഇപ്പൊ ഇൻഫിനിറ്റി സുക്കിനോമിയിൽ പെട്ടുപോയി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.